ഞാൻ പറയണ കാര്യം വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വേണം. അത് നേരത്തെ തമാശ ഒന്നും പറയാൻ പാടില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോൾ എനിക്ക് 50 വയസ്സായി. കഴിഞ്ഞ മെയ് 20 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 50 വയസ്സായി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തപ്പോൾ പലരും തന്നെ ചീത്ത പറഞ്ഞു, എന്തിനാ അങ്ങനെ പോസ്റ്റ് ചെയ്തേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സത്യസന്ധമായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു ടെലിഫിലിമിൽ അഭിനയിക്കാനും ഒക്കെ ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പണ്ട് ജനസേവ ശിശുഭവനിൽ ജോസ് മാവലി സാർ ഒരു ടെലിഫിലിം പിടിച്ചു. എന്നെ നിർബന്ധിച്ച് ഭീമൻ രഘു ഒക്കെ ആയിട്ട് അഭിനയിച്ചൊരു വ്യക്തിയാണ്. ജോസ് മാവലിയുടെ പടത്തിൽ അഭിനയിച്ചു. അപ്പോൾ അത് എല്ലാ സ്കൂളുകളിലും ഫ്രീ ആയിട്ട് ലീമേഡിയനിലായിരുന്നു അതിൻ്റെ ഇനാഗുറേഷൻ. യേശുദാസൊക്കെ വന്ന് യേശുദാസിനൊക്കെ എതിരിരുന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചു. എൻ്റെ പ്രസംഗം പുള്ളിക്ക് ഇഷ്ടമായിട്ട് എൻ്റെ നമ്പർ മേടിച്ച് എന്നെ വിളിച്ചു ഒരു ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരുമിച്ചൊരു കൂട്ടായ്മ ഷൈജു, വത്സരാജ്, നമ്മൾ സ്വഭാവങ്ങളിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുത്താനുണ്ട് പലരുടെ. അപ്പോൾ നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമുള്ളൂ, നിസ്സാര സമയം 80, 100 അങ്ങനെയൊക്കെ. അപ്പോൾ അതിവിടം വരെ എത്തി, നിസ്സാരമില്ല. നിങ്ങളൊരുമിച്ചൊരു ടെലിഫിലിം പിടിച്ചു. എനിക്ക് തമാശയായിട്ട് തോന്നിയത്, കാരണം ഇത് എന്ത് പറ്റി, വെള്ളം കുടിച്ചിട്ട് പിറ്റത്തെ ദിവസം ഉണ്ടായ ബോധോദയം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അത് സമൂഹത്തിൽ അത് സ്പ്രെഡാവും ഈ സാധനം. അല്ല, എൻ്റെ പ്രിയ സുഹൃത്ത്, ഈ ഇന്നലെ വരെ എൻ്റെ ആരും ഇല്ലായിരുന്നു, ഇപ്പം എൻ്റെ പ്രിയ സുഹൃത്തല്ല, എൻ്റെ പെങ്ങൾ ശിശിരയിൽ അഭിനയിച്ച് എൻ്റെ ആ 2-3 ഇത് എൻ്റെ മനസ്സിനെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഓഫീസിൽ നിന്ന് കരഞ്ഞില്ല, ഹാവൂ എന്ന് കരഞ്ഞില്ല എന്നുള്ളൂ, പക്ഷേ മനസ്സ് കറിഞ്ഞു. അപ്പോൾ ഈ നിങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി അടുത്തൊരു ടെലിഫിലിം അത് നിങ്ങളുടെ ഷെയറിൻ്റെ പോലെ ഞാനും അതിന് ഷെയർ തരാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നല്ല സ്ക്രിപ്റ്റ് എഴുതി, എൻ്റെ പേര് സനയെ അഭിനയിപ്പിക്കണം, കാരണം ഐശ്വര്യമുള്ള ആൾക്കാർ കൂടി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഈ പുലിമുരുകൻ സിനിമയിലെ ശുഭിച്ചേട്ടൻ വന്നു, ആളുടെ കണ്ടു കഴിഞ്ഞാൽ സീരിയസ് ആണെങ്കിൽ ഞാൻ വളരെ സീരിയസാണ്. പക്ഷേ ഈ സീരിയസ്നെസ് കൊണ്ടൊന്നും ഈ സമൂഹത്തിൽ നേടാനില്ല. അപ്പോൾ ഞാൻ തമാശ കുറേ, എൻ്റെ തമാശ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ടെലിഫിലിം പിടിക്കാനും അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ശുഭിച്ചേട്ടൻ റെഡിയാക്കിക്കോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ക്രിപ്റ്റ് വേറെ, ബാബുക്കരിയുടെ ആരെന്ന് ഈ സമൂഹം അറിയണം. അപ്പം എൻ്റെ എന്ത് പരിപാടി, ഇപ്പോൾ സുരേഷ് ഗോപി എന്ന പരിപാടിക്ക് വീഡിയോഗ്രാഫർ ഏർപ്പാട് ലൈവ് പോയി, പക്ഷേ ഈ സാധനമൊന്നും സമൂഹത്തിൽ സ്പ്രെഡായില്ല. അപ്പം ഞാൻ ഇന്ന് എൻ്റെ 10,000 മുടക്കി തൃപ്പൂണിത്തുറ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് വീഡിയോ ഒക്കെ എടുത്തേ, അത് സമൂഹത്തിൽ സ്പ്രെഡാവും. അപ്പോൾ യൂട്യൂബിൽ എൻ്റെ 2-3 പാട്ട്, വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ട്, എനിക്ക് വേണ്ടിയൊക്കെ പാടിയ പാട്ടൊക്കെ ബാബുക്കരിയണ്ണടിച്ച് 2-3 വരും. പക്ഷേ ഈ സാധനമൊക്കെ ഗുണം ചെയ്യും.